അപ്പം ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് വ്ളോഗാണ്. സാധാരണ നമ്മൾ ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. സോ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ചില പരിമിതികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ മാക്സിമം നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായത് എൻ്റെ വീഡിയോ കാണുന്ന ഒരാൾക്ക് കൂത്താമ്പള്ളി പോയിട്ട് എങ്ങനെയാണ് ഡ്രസ്സ് എടുക്കുക, സാരി എടുക്കുക, അതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കാം. എന്നിട്ട് കൂത്താമ്പള്ളി പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട് സാരി എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. അതിനകത്ത് കുറച്ച് സാരീസാണ് ദേ ഇവിടെയുള്ളത്. ഇന്നലെ ഞാൻ കൂത്താമ്പള്ളി പോയി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പോയിട്ടുള്ള സാരീസ് കാണിക്കണേ, അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സാരി കാണിച്ചു തരാം, അവിടുത്തെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നൊക്കെ വിചാരിച്ചു. അതാകുമ്പോൾ അപ്കമിങ് ബ്രൈഡ്സിനായാലും അതേപോലെ നിങ്ങൾ അവിടെ ഷോപ്പിങ്ങിന് പോകുന്ന ആളുകൾക്ക് ആണെങ്കിലും കുറേ അധികം യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. സോ ആ രീതിയിൽ നമുക്കിന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും നമ്മൾ ഒരു ഷോപ്പിൽ അല്ലെങ്കിൽ ഇപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന ഷോപ്പ് ഉണ്ടാവും. ആ രീതിയിലോട്ട് പോവാതെ കമ്പയർ ചെയ്ത് നോക്കുക. അതായത് ആദ്യം തന്നെ വാങ്ങാണ്ട് 2-3 ഷോപ്സിലും കയറി നോക്കുക. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതായത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ ചില ഷോപ്പിൽ ഭയങ്കര റേറ്റാണ് ഈ സെറ്റ് മുണ്ടിനും. പക്ഷേ അറ്റ് ദ സെയിം ടൈം കുറച്ചുകൂടി നല്ല മോഡലും കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും തൊട്ടടുത്ത ഷോപ്പിൽ. മേ ബി രണ്ടാമത്തെ ഷോപ്പിനേക്കാളും റേറ്റ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുക ഷർട്ടിൻ്റെ കാര്യത്തിലൊക്കെ അത് ഫസ്റ്റ് സ്റ്റോറിൽ നിന്നായിരിക്കും. സോ ആ രീതിയിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നതും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കാര്യങ്ങൾ അറിയില്ല എന്ന് തോന്നിയാൽ നമ്മൾ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. സോ കൃത്യമായിട്ട് വില ചോദിക്കുക. അതേപോലെ ഒരുപാടധികം നമ്മൾ ബൾക്ക് സാധനങ്ങൾ എടുക്കുമ്പം ആ രീതിയിൽ അവർ ഡിസ്കൗണ്ട് ചെയ്ത് തരും. സോ അതൊക്കെ നമ്മൾ ചോദിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുകയാണ്. പിന്നെ അതേപോലെ ഞങ്ങൾ അവിടെ പോയപ്പം നമ്മൾ വിസിറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുള്ള ഷോപ്പിലായിരുന്നില്ല പോയത്. ആ ഒരു ഷോപ്പിൽ ഫസ്റ്റ് പോവുകയുണ്ടായി. പക്ഷെ അധികം മോഡൽസ് ഒന്നും നമ്മൾ അവിടെ കണ്ടില്ല. നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പം ഏറ്റവും ബെസ്റ്റ് സാധനം തന്നെ ഗിഫ്റ്റ് ചെയ്യണം നമുക്ക് ആഗ്രഹം ഉണ്ടാവുമല്ലോ. സോ ഫസ്റ്റ് പോയ ഷോപ്പിൽ അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 3-4 ഷോപ്പിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. ഒരുപാടധികം ഷോപ്പുകളിൽ നമ്മൾ കയറി ഇറങ്ങി ആ രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തത്. സോ ആ രീതിയിൽ നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആദ്യം തന്നെ നമ്മൾ ഒരു കൺഫ്യൂഷനിലൊക്കെ ആയിരുന്നു. അതായത് എവിടെ നിന്നാണ് സാരി എടുക്കുക എന്നുള്ള രീതിയിൽ. ഒന്നാമത് ബൾക്കായിട്ടും സാരി എടുക്കാനുണ്ട്, ഒരുപാടധികം സെലക്ഷൻ ഉള്ള ഒരു സ്ഥലവുമായിരിക്കണം. ആദ്യം നമ്മൾ വിചാരിച്ചു എന്നാൽ കോയമ്പത്തൂർ പോവാൻ. അത് ഭയങ്കര ലോങ് ആണ്. അല്ലെങ്കിൽ ഇപ്പം ട്രെയിനിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ സാധനങ്ങളൊക്കെ തിരിച്ചേറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ വന്നിട്ട് കൂത്താമ്പള്ളി എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് എത്തി. നമ്മൾ ഈ ഒരു മലബാർ സൈഡിലോട്ടായതുകൊണ്ട് തന്നെ ഏറ്റവും നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള ബൾക്കായിട്ടുള്ള ഒരു പർച്ചേസിങ്ങിന് പറ്റിയ സ്ഥലം കൂത്താമ്പള്ളി ആണല്ലോ. സോ നമ്മുടെ വീട്ടിൽ പറഞ്ഞപ്പം അവർക്ക് ഓക്കെ ആയിരുന്നു. അപ്പം അച്ഛനും അമ്മയും ഞാനും അതേപോലെ എൻ്റെ മേമയും ഇളയച്ചനും കൂടിയിട്ടായിരുന്നു കൂത്താമ്പള്ളി പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോകുമ്പോൾ നിങ്ങൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, മേ ബി അവിടെ എത്തിപ്പെടാൻ നമുക്ക് ഈസി ആയിരിക്കാം. ഒന്നുകിൽ ഒറ്റപ്പാലത്തോട്ട് ട്രെയിന് കയറാം, അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഷൊർണൂർ പോവാം, ദെൻ ഒറ്റപ്പാലം, അത് കഴിഞ്ഞിട്ട് കൂത്താമ്പള്ളി എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തിരിച്ചു വരുമ്പം നമുക്ക് കുറേ അധികം സാരികൾ ഉണ്ടാവും. അത് നമുക്ക് ക്യാരി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേപോലെ തിരിച്ചെത്തുമ്പോഴും ഒരുപാട് ലേറ്റ് ആവും. സോ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇരിക്കുക, നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയും കൊണ്ട് പോകുന്നതാണ് ഏറ്റവും നന്നായിട്ടിരിക്കുക. നമ്മുടെ കാറാണെങ്കിൽ ആ രീതിയിൽ. ഇനിയിപ്പം ഒരുപാടധികം പർച്ചേസ് ആണെങ്കിൽ നമ്മൾ അവിടെ ഒരുപാടധികം വേറെ വെഡിങ് പാർട്ടീസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഒരു ട്രക്ക് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു വാന് വിളിച്ചിട്ട് ആ രീതിയിലാണ്. അതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത്, കൂത്താമ്പള്ളി ഒരു നെയ്ത്ത് ഗ്രാമമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ എത്തിപ്പെട്ടാൽ എടുത്തെടുത്ത് ഷോപ്സ് ആണ്. പക്ഷെ അധികം അങ്ങനെ അവിടെ നിന്ന് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകണമെങ്കിൽ കുറച്ചധികം ബുദ്ധിമുട്ടായിരിക്കും. അതായത് 1-2 ഷോപ്സ് ഒക്കെ എടുത്തുണ്ടാവും എന്നല്ലാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു ഷോപ്പ് വരിക. സോ നമ്മളുടെ അടുത്ത് വണ്ടി ഉണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് പോയാലും നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് എല്ലാ ഷോപ്പിലും കയറിയിട്ട് നമ്മൾ തിരിച്ചു വന്നാൽ മതിയാവും. സോ അത് നമുക്കൊരു സൗകര്യമാണ്. സോ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വണ്ടി വിളിച്ചിട്ട് പോകാൻ അല്ലെങ്കിൽ വണ്ടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെയധികം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ സെലക്ട് ചെയ്യാനും നമ്മുടെ ടൈം ഒരുപാട് ലാഭിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ എപ്പോഴും എന്തൊരു കാര്യം ചെയ്യുമ്പോഴും, അതിപ്പം ഷോപ്പിംഗ് ആയിക്കോട്ടെ എന്ത് കാര്യം വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഓൾറെഡി അതിനെപ്പറ്റി കുറച്ച് നമ്മൾ റിസർച്ച് ചെയ്യുക.
അതായത് ഒരു സാധനം വാങ്ങണമെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ അവിടുത്തെ അവസ്ഥകൾ എന്താണ്, നമ്മൾ അതിന് എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊക്കെ നമ്മൾ എത്ര ബഡ്ജറ്റ് മാറ്റി വെക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവുന്നതും വളരെ നല്ലതായിരിക്കും. അതായത് ഇപ്പം 10 സാരി ആണെങ്കിൽ നമുക്ക് 10 സാരി മാത്രമാണ് വേണ്ടതെങ്കിൽ ഒരു സ്ഥലത്തോട്ട് പോയി വാങ്ങുന്നത് നന്നായിരിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടത്തില്ലേ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാനും എത്രത്തോളം കാര്യങ്ങൾ നമുക്ക് വേണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതായത് നമ്മളൊരു ദൂര സ്ഥലത്ത് പോയി വാങ്ങുമ്പോൾ ഒരുപാടധികം സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ലാഭമായിരിക്കും. കാര്യം നമ്മളിപ്പം വണ്ടിയൊക്കെ വിളിച്ചു പോകുമ്പോൾ നിങ്ങൾ അതും കൂടെ ആലോചിക്കാം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഹൈപ്പുള്ള സ്റ്റോർസിനെക്കാട്ടും നല്ലത്, എപ്പോഴും അത് ശരിയായിക്കൊള്ളണമെന്നില്ല, എന്നാൽ പോലും ഒരുപാടധികം ഹൈപ്പുള്ള സ്റ്റോർസിനെക്കാട്ടും നല്ല കുഞ്ഞു കുഞ്ഞു കടകളും അവിടെ ഉണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഞങ്ങൾ സാരി സെലക്ട് ചെയ്യാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള വേറൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, നമ്മൾ 2-3 ഷോപ്സിൻ്റെ ലിസ്റ്റൊക്കെ എഴുതിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ പോയപ്പം കുറച്ചധികം സ്റ്റോർസ് കണ്ടു. ഞാൻ പറഞ്ഞല്ലോ ഷോപ്സ് ഒക്കെ അവിടെ എടുത്തെടുത്തായിട്ടാണ് ഉള്ളത്. പിന്നെ കുറച്ചധികം വണ്ടി പോയാൽ പിന്നെ 2-3 കടകൾ പിന്നെയും അടുത്തടുത്തായിരിക്കും ഉണ്ടാവുക. സോ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളധികം അറിയാത്ത ഷോപ്സിൽ നിന്നൊക്കെ നല്ല സാരീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ വന്നിട്ട് കളർ സാരീസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഒരുപാടധികം സെറ്റ് സാരീസ് കേട്ടോ. നമ്മൾ കുത്തമ്പള്ളി പോകുമ്പോൾ നല്ല രീതിയിൽ സെറ്റ് സാരി സെറ്റും ഉണ്ട്. ഇതിന് രണ്ടിനും നല്ല കളക്ഷൻസ് അവിടുത്തെ എല്ലാ ഷോപ്സിലും ഉണ്ട്. സോ നമുക്ക് ഓൾറെഡി ഇവിടുന്ന് വെഡിങ് സാരീസിൻ്റെ ഒക്കെ പർച്ചേസ് കഴിഞ്ഞെങ്കിൽ പോലും നമുക്ക് കൂത്താമ്പള്ളിയിൽ പോയിട്ട് ഈ രീതിയിലുള്ള സാരികൾ ഭയങ്കര നല്ല ഓപ്ഷൻസ് ഉള്ള പോലെ അഫോർഡബിൾ ആയിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ആ രീതിയിൽ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കൂത്താമ്പള്ളിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് സാരീസ്, അതായത് എല്ലാം കൂടെ കാണിച്ച് നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കും. അപ്പം കുറച്ച് സാരീസ് കാണിച്ചു തരാം. എത്രത്തോളം ക്ലിയർ ആണെന്നോ അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തെങ്കിലും അധികം ഡീറ്റെയിൽസ് അറിയണമെങ്കിലും നമ്മുടെ ഈ ഒരു സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഞാൻ എവിടുന്നാ വാങ്ങിയതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് വന്നിട്ടൊരു ബ്ലൂ സാരിയാണ്, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതായത് ഒരുപാടധികം നല്ല വർക്കുള്ള നല്ല കസവിൻ്റെ സാരിയാണ്. നമ്മളധികവും ഗോൾഡൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പറും ചിലതുണ്ട്. സോ ആ രീതിയിലുള്ള കസവുള്ള സാരീസാണ് അധികം എടുത്തിട്ടുള്ളത്. കാര്യം കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഗ്രാൻഡ് ആയിട്ടായിരിക്കുമല്ലോ കാണേണ്ടി വരിക. സോ ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് സാരിയുടെ ബോഡി എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് കസവാണ്. ചില സാരീസ് വന്നിട്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പം കസിൻസിന് കൊടുക്കുന്ന സാരീസ് ഉണ്ട്, ഇതിൻ്റെ അകത്ത് ഫ്രണ്ട്സിന് കൊടുക്കുന്നതുണ്ട്. അപ്പം ആർക്കൊരു കംപ്ലൈന്റ് വരാൻ പാടില്ലല്ലോ. നമ്മൾ എല്ലാവർക്കും ഒരുവിധം, അതായത് ഒരു സെക്ഷൻ ഓഫ് ആളുകൾക്ക് ഒരേപോലത്തെ സാരീസ് എടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് അതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ്. നേരത്തെ കണ്ടിട്ടുള്ളത് നേവി ബ്ലൂ പോലത്തെ ഒരു കളറായിരുന്നു. ഇത് വന്നിട്ട് റെഡും അല്ല മെറൂണും അല്ല, അങ്ങനത്തെ ഒരു പക്ഷെ നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഇത്. ഇത് വന്നിട്ട് കുറച്ചുകൂടെ വ്യത്യാസമുള്ളൊരു മോഡലാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ. പക്ഷെ എനിക്കെന്തോ ഈ ഒരു കളർ സ്യൂട്ട് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഈ ഒരു കളർ സാരി എടുത്ത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ് ഇതും. ഇത് വന്നിട്ട് എൻ്റെ അമ്മയുടെ കല്യാണ സാരിയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. ഈ ഒരു ഗ്രീൻ അല്ല, ഗ്രീനിന് വ്യത്യാസമുണ്ട്. ഗ്രീനും ഈ ഒരു മജന്ത പോലത്തെ ഒരു കളറാണിത്. സോ ഇതും ഭയങ്കര നല്ലൊരു ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗ്രീനും മജന്ത കളറുമാണ്, ഭയങ്കര നന്നായിട്ട് ഇരിക്കും. അതായത് നല്ല ഓർണമെന്റ്സ് ഒക്കെ വെച്ചിട്ട്. ഇത് വന്നിട്ടൊരു കോപ്പർ ഷെയ്ഡാണ് ഇതിനുള്ളത്. ഇതിന്റെ കസവിനാണെങ്കിലൊക്കെ ഒരു കോപ്പർ കളറാണ് ഉള്ളത്. ഇത് വന്നിട്ട് എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടിന് വാങ്ങിയിട്ടുള്ള സാരിയാണ്. അവർക്ക് ഇങ്ങനത്തെ ഒതുങ്ങുന്ന ടൈപ്പ്. അതായത് നമ്മളെപ്പോഴും സാരി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് ആലോചിക്കുക. ചില ആളുകൾക്ക് ഭയങ്കര ഒട്ടിയിട്ടുള്ള സാരി ആയിരിക്കും ഇഷ്ടം. അതായത് എന്നെ സംബന്ധിച്ചൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കുന്നത്, അതായത് കംഫർട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രധാനം. അതായത് ഒരു സാരിയുടെ ഭംഗിനെക്കാട്ടും കംഫർട്ടാണ് പ്രധാനം. സോ അവൾ വന്നിട്ട് അവർക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സാരി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാരി എടുത്തിട്ടുള്ളത്. ചിലപ്പോൾ ഈ വ്ളോഗ് കഴിഞ്ഞ് അമ്മേനെ ശരിയാക്കണ്ടാവും. കാര്യം അമ്മ വൃത്തിയായിട്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനെ നൂലൊക്കെ കെട്ടി വെച്ചതാണ്. സോ ഇത് ഞാൻ അഴിക്കുന്നില്ല. സോ ഈ രീതിയിൽ വയലറ്റ് ആണ് ഇതിൻ്റെ ഒരു കസവ് എന്ന് പറയുന്നത്. ബോഡി വന്നിട്ട് ഈ ഒരു കളറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? നല്ല രീതിയിൽ ഷൈനിങ് ഒക്കെ ഉള്ളൊരു സാരിയാണ്. ഇത് അതിൻ്റെ കളർ ചേഞ്ച് ആണ്. നേരത്തെ തന്നെ ഒരു വയലറ്റ് അല്ലെങ്കിൽ നീലയാണ് അതിൻ്റെ കസവെങ്കിൽ ഇതിന് പച്ചയാണ്. നമ്മൾ ഫിലിമിലൊക്കെ പറയുന്ന പോലെ മറുകുള്ളതും മറുകില്ലാത്തതുമായിട്ടുള്ള സാരികളാണ്.
ഇത് വന്നിട്ട് വേറൊരു മോഡലാണ്. അതായത് ചില ആളുകൾക്ക് അധികം അങ്ങനെ ഫുള്ള് ബ്രൊക്കേഡ് ഇഷ്ടമുണ്ടാവില്ല. അങ്ങനത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് നല്ല കസവില് നല്ല സിമ്പിൾ ആയിട്ട് നല്ല ചോക്കറൊക്കെ ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവുന്ന രീതിയിലുള്ള സാരിയാണ് ഇത്. ഫ്രണ്ടിലോട്ട് വെക്കുന്നില്ല, സൈഡിലോട്ട് വെക്കാം അല്ലേ. ഇത് വന്നിട്ട് നല്ല ഗ്രാൻഡ് ആയിട്ടുള്ളൊരു സാരിയാണ്. അതായത് ഒരു ഫ്ലവേഴ്സിന്റെ പോലത്തെ വർക്ക്സ് ആണ് ഇവിടെ വരുന്നത്. കസവ് വന്നിട്ട് കുറച്ചധികം കട്ടിയില്ലാതെ. ചില ആളുകൾക്ക് ഭയങ്കര വലിയ കസവ് ഇഷ്ടമുണ്ടാവില്ല. എനിക്കൊക്കെ വലിയ കസവ് ഭയങ്കര ഇഷ്ടമാണ്. ചില ആളുകൾക്ക് ഈ രീതിയിൽ ഇഷ്ടമുണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള സാരിയാണ് ഇത്. ഇത് നമ്മൾ നേരത്തെ കണ്ട റെഡിന്റെ ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ്. ബോട്ടിൽ ഗ്രീൻ കളർ സാരി. ഇത് വന്നിട്ട് ലൈറ്റ് കളർ ആയിട്ടുള്ള നമ്മുടെ ഒരു ആന്റി ഉണ്ട്. പുള്ളിക്കാരത്തിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് ഇഷ്ടം. സോ പുള്ളിക്കാരത്തിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കളറാണ്. ആൾക്ക് വന്നിട്ട് കസവ് അങ്ങനത്തെ ഒന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരത്തിക്ക് സ്പെഷ്യൽ ആയിട്ട് വാങ്ങിയിട്ടുള്ള സാരിയാണ് ഇത്. ഇത് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആർടെക്സ് എന്ന് വാങ്ങിയിട്ടുള്ള സാരിയാണ്. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയിട്ടുള്ള ഒരു സാരിയാണ് ഇതെന്ന് പറയുന്നത്. കസിൻസിന് കൊടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു അമ്മയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതും വന്നിട്ട് നമുക്ക് കസവിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിൽ കൊടുക്കാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഇത് എന്ന് പറയുന്നത്. നേരത്തെ കണ്ടിട്ടുള്ള യെല്ലോന്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഇത്. അടുത്തത് ഒരു ഗ്രാൻഡ് സാരിയാണ്. അതായത് നേരത്തെ കാണിച്ചിട്ടുള്ള പല സാരീസും കോൺട്രാസ്റ്റ് ആയിരുന്നു. ഇത് പക്ഷെ സിംഗിൾ കളറിൽ വരുന്ന, അതായത് ഇതേ കളർ വർക്കില്ലാത്ത ഈ രീതിയിലുള്ള ബ്ലൗസ് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ഭംഗി വരുന്ന ടൈപ്പ് ഒരു സാരിയാണ് ഇത്. വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. അതേപോലെ സാരി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും നമ്മളിങ്ങനെ സാരി എടുത്തിട്ട് ഇങ്ങനെ വെച്ച് നോക്കുമല്ലോ. ഈ രീതിയിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഷെയ്ഡിനെ ഒന്നുകൂടെ ഭംഗിയായിട്ട് കാണിക്കുന്ന ഷെയ്ഡാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് സ്യൂട്ട് ചെയ്യുന്ന കളേഴ്സ് എന്ന് പറയുന്നത്. അതായത് ചില സാരീസ് എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഡിം ആയി പോകും. സോ ആ രീതിയിലുള്ള സാരീസിനെക്കാളും നല്ലത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചേരുന്നു എന്ന് തോന്നുന്ന സാരികൾ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുവാണ്. എഗെയിൻ ഇതും വന്നിട്ട് ആർടെക്സ് എടുത്തിട്ടുള്ള മറ്റൊരു സാരിയാണ്. ഒരു ഗ്രാൻഡ് ലുക്ക് സാരിയാണ് ഇതും എന്ന് പറയുന്നത്. ഇതും ആർടെക്സ് വാങ്ങിയതാണ്. ഈ മൂന്നെണ്ണം വന്നിട്ട് കളർ ചേഞ്ച് ആണ്. വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള സാരിയാണ്. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വളരെ ഗ്രാൻഡ് ആയിട്ട് വരാനായിരിക്കുമല്ലോ ഇഷ്ടം. സോ ആ രീതിയിലാണ് അത്രയും സാരീസ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചുകൂടി വേറൊരു മെറ്റീരിയൽ ആണ്. അതായത് മറ്റേതിനെക്കാളും കുറച്ചുകൂടെ എന്താണ്, ഒരു കിരികിരിപ്പ് എന്ന് നമ്മൾ പറയത്തില്ല, ആ രീതിയിലൊരു മെറ്റീരിയൽ ആണ് ഇത്. എഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ഇതും. നല്ല കളറല്ലേ, നോക്കിയേ, വളരെ നല്ല കളറുള്ളൊരു സാരിയാണ്. ഇത് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ കളറിൽ നേരത്തെ ഒരു സാരി ഉണ്ടായിരുന്നു, അത് വേറൊരു മോഡലാണ്. സോ ഈ രീതിയിലുള്ള സാരിയാണ്. അതായത് ഒരു ബോട്ടിൽ ഗ്രീൻ കളർ ഫുള്ള് ബ്രൊക്കേഡുള്ളൊരു സാരിയാണ്. ഇനി നമുക്ക് ബനാറസി മോഡൽ സാരികളാണ്. ഒരുപാടധികം വ്ളോഗ് നീണ്ടു പോകുന്നുണ്ടാവും അല്ലേ, എനിക്കറിയാം. എന്നാൽ പോലും ചില ആളുകൾക്ക് നിങ്ങൾക്ക് സാരീസ് അധികം ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സ്പീഡിൽ സ്പീഡ് കൂട്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അതായത് ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ഒരു സാരീസിനെ പറ്റിയൊക്കെ നോക്കുമ്പോൾ അധികവും ആ ഷോപ്പിന്റെ പരസ്യം അല്ലെങ്കിൽ പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് അധികം വീഡിയോസും കണ്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ഇപ്പം ചില ആളുകൾ വാങ്ങിയാൽ തന്നെ ആ രീതിയിൽ നമുക്ക് കാണിച്ചു തരണം എന്നില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൊക്കെ പോകണമെങ്കിലോ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, എന്റെ ഫംഗ്ഷനോ ഈ ഫംഗ്ഷൻ അല്ലാണ്ട് പോകുന്നുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ വീഡിയോസ്. അപ്പം ആ രീതിയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല ഇത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുമ്പോൾ എനിക്കൊരു സന്തോഷവും കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തതൊരു കുറച്ചുകൂടെ വ്യത്യാസപ്പെട്ട സാരിയാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ട് രീതിയിലാണ് വരുന്നത്. അതായത് ഇത്രയും ഒരു ലൈറ്റ് കളറാണ് വരുന്നത്, അതിനുശേഷം ഡാർക്ക് കോൺട്രാസ്റ്റ് എന്നുള്ള രീതിയിലാണ്. ബനാറസി സാരി എനിക്ക് കല്യാണത്തിനേക്കാളും ഇഷ്ടം റിസപ്ഷൻ പോലത്തെ ഫംഗ്ഷനൊക്കെ എടുക്കുമ്പോൾ വളരെ ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു കൈൻഡ് ഓഫ് സാരീസ് ആണ് ഈ ബനാറസി സാരീസ് എന്ന് പറയുന്നത്. അതുപോലെ ഇതും ആ രീതിയിൽ തന്നെയുള്ള കോൺട്രാസ്റ്റ് കളറുള്ള സാരിയാണ്. മുന്താണി എന്ന് പറയുന്നതിന് ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു ബ്ലൂ കളറാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവറേറ്റ് റെഡ് ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക്, ഇതൊരു ക്ലാസിക് കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നും. റെഡ് ആൻഡ് ബ്ലാക്ക് സാരിയാണിത്. ഇതും വന്നിട്ട് ഇതിന്റെ ഒരു തിളക്കം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതൊരു ബനാറസി സാരിയാണ്. അടുത്തതൊരു കിളിപ്പച്ച കളർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലുള്ളൊരു സാരിയാണ്. ഒരു ഷെയ്ഡ് വന്നിട്ട് വളരെ ഡാർക്കും ഈ ഒരു പച്ച കളർ വന്നിട്ട് വളരെ ലൈറ്റും ആണ് എന്നുള്ളത് നോക്കി വെക്കുക. സോ ഈ രീതിയിൽ വരും, ബോഡി ഈ ഒരു രീതിയിലാണ് വരാം. ഇങ്ങനത്തെ സാരി ആകുമ്പോൾ ഒരു ഗുണം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ബ്ലൗസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ചുമാണ് ഇരിക്കുക.
ഇനി ലാസ്റ്റ് സാരി എന്ന് പറയുന്നത് ഒരു യെല്ലോയും ഗ്രീനും കൂടെയാണ്. കുറെ ആളുകളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് ഈ ഒരു ഗ്രീനും അതേപോലെ തന്നെ യെല്ലോ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഹൽദിക്കൊക്കെ സുഖമായിട്ട് ഉടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാരിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് ഞാനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വെച്ചിട്ടുള്ള സാരികൾ. കുറച്ച് ലെങ്ത് കൂടിപ്പോയി, കുറച്ച് ബോറിംഗ് ആയിരിക്കും എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്ത് തന്നെയായാലും കുറച്ചുകൂടി അധികം സാരികളുണ്ട്. അതായത് സെറ്റ് സാരി, സെറ്റും ഉണ്ട്. അല്ലാണ്ട് എനിക്ക് വേണ്ടി തന്നെ വാങ്ങിയിട്ടുള്ള, എനിക്ക് ഈ പട്ട് സാരികളെക്കാട്ടും ഇഷ്ടം കോട്ടന്റെ നല്ല ഭംഗിയുള്ള സാരികളാണ്. അങ്ങനത്തെ സാരികളുണ്ട്. പക്ഷെ കൂത്തമ്പുള്ളി പോകുന്ന ആളുകളൊക്കെ മെയിനായിട്ട് ഈ രീതിയിലുള്ള സാരികൾ വാങ്ങാനായിരിക്കുമല്ലോ പോവുക. അതുകൊണ്ടാണ് ഇത്ര സാരീസ് മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഏറ്റവും നല്ല രീതിയിൽ നല്ല ടൈം എടുത്തിട്ട് നന്നായിട്ട് സെലക്ട് ചെയ്തിട്ട് തന്നെ സാരികൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ എന്തായാലും റിപ്ലൈ ചെയ്യും. സോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബൈ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.